മസ്തിഷ്ക മരണം സംഭവിച്ചതാണ് അപകടത്തിന് ശേഷം ബിൽജിത്തിന്. ആ ബിൽജിത്തിന്റെ അവയവങ്ങൾ ഇന്ന് അല്ലെങ്കിൽ ബിൽജിത്ത് തന്നെ കേരളത്തിലെ 7 പേരിലൂടെ ജീവിക്കും. അതിൽ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്നത് കേൾക്കാൻ ഇന്ന് കാത്തിരുന്നത് ആ കൊച്ചിയിലെ ഈ അവയവമാറ്റ ശസ്ത്രക്രിയയിൽ 14 വയസ്സുകാരിയുടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നിരുന്നു. പുലർച്ചെയാണ് നടന്നത്. ആ ശസ്ത്രക്രിയ വിജയകരമായി തന്നെ പൂർത്തിയായിട്ടുണ്ട്. 3:30 ബിൽജിത്തിന്റെ ഹൃദയം കൊല്ലം സ്വദേശിനിയായ 13-കാരിയിൽ മിടിച്ചു തുടങ്ങി. അടുത്ത 24 മണിക്കൂർ ഏറെ നിർണായകമെന്ന് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം പറഞ്ഞു. സ്നേഹമോൾ നയനാൻ നമുക്കൊപ്പം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സ്നേഹ, വെരി ഗുഡ് മോർണിംഗ്. നല്ലൊരു വാർത്തയിൽ നിന്നാണ്. ബിൽജിത്തിന്റെ മടക്കം, വിയോഗം അത് വേദനയുണ്ടാക്കുന്നതാണ്. പക്ഷേ ആ വിയോഗത്തിൽ പോലും എത്ര പേർക്ക്, എത്രയെത്ര മനുഷ്യർക്ക് തിരികെ ജീവിതം നൽകിക്കൊണ്ടാണ്. ഇപ്പോൾ ഒരാൾക്ക് അവയവം നൽകുമെന്ന് പറയുമ്പോൾ ആ കുടുംബം മുഴുവനാണ് സന്തോഷിക്കുന്നത്, ആ കുടുംബത്തിന് മുഴുവനാണ് ജീവൻ ലഭിക്കുന്നത്. അങ്ങനെ 7 കുടുംബങ്ങൾ അനാഥമാക്കാതെ നോക്കിയാണ് ബിൽജിത്തിന്റെ മടക്കം. എങ്ങനെ ഇരിക്കുന്നു ഈ 14-കാരിയുടെ ആരോഗ്യനില, സ്നേഹ? ഗുഡ് മോർണിംഗ് ആര്യ. ഏത് വാർത്ത കേട്ട് നേരം പുലരണമോ എന്ന് ആഗ്രഹിച്ചു, അതേ വാർത്ത കേട്ട് തന്നെയാണ് നേരം പുലർന്നിരിക്കുന്നത്. 13-കാരി, കൊല്ലം സ്വദേശിയായ 13-കാരിയുടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമെന്ന് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാർ, ലിസി ആശുപത്രിയിലെ ഡോക്ടർമാർ നമ്മെ അറിയിക്കുന്നത്. നീണ്ട 5 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയായിരുന്നു. 1:30 തന്നെയാണ് ശസ്ത്രക്രിയ ആരംഭിച്ചത്. 6:30 ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. തുടർന്ന് കുട്ടിയെ ICUയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. 3:30 തന്നെ കുട്ടിയുടെ ഹൃദയം മിടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നൊരു ശുഭകരമായ വാർത്തയും ആ സമയത്ത് ഡോക്ടർമാർ നമ്മളെ അറിയിച്ചിരുന്നു. ഇന്നലെ ഏകദേശം 5 മണിയോടുകൂടിയുള്ള വന്ദേ ഭാരത് ട്രെയിനിലായിരുന്നു 13-കാരി മാതാപിതാക്കൾക്കൊപ്പം ഇവിടെ കൊച്ചിയിലെത്തിയത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കുട്ടിയെ കാത്ത് ലിസി ആശുപത്രിയുടെ ആംബുലൻസ് ഉണ്ടായിരുന്നു. തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച പരിശോധനകളൊക്കെ പൂർത്തിയാക്കി. തുടർന്ന് ഈ ലിസി ആശുപത്രിയിലെ വിദഗ്ധ സംഘം ബിൽജിത്തിന്റെ മൃതദേഹമുള്ള ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് പോവുകയും തുടർന്ന് പരിശോധനകളൊക്കെ നടത്തി അവിടുന്ന് ശസ്ത്രക്രിയ നടത്തി. ഏകദേശം 1:20 തന്നെ ലിസി ആശുപത്രിയിലെത്തി. മറ്റ് ശസ്ത്രക്രിയയ്ക്കായി ഉടൻ തന്നെ കുട്ടിയെ പ്രവേശിപ്പിക്കുകയും മറ്റുമൊക്കെയായിരുന്നു. ബിൽജിത്ത് ഈ കഴിഞ്ഞ 2-ാം തീയതിയായിരുന്നു അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ അഡ്മിറ്റായതും തുടർന്ന് ചികിത്സ നടത്തിയതും. കഴിഞ്ഞ ദിവസമായിരുന്നു മസ്തിഷ്ക മരണം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ബിൽജിത്തിന്റെ 7 ആന്തരിക അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം തീരുമാനിക്കുകയായിരുന്നു. ഇന്നലെ തന്നെ ഹൃദയം ഉൾപ്പെടെയുള്ള ബിൽജിത്തിന്റെ അവയവങ്ങൾ മറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അതിൽ ഒരു വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മറ്റൊരു വൃക്ക ആലുവ രാജഗിരി ആശുപത്രിയിലേക്കും, 2 കണ്ണുകൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്കും, കരൽ, ചെറുകുടൽ എന്നിവ എറണാകുളം അമൃത ആശുപത്രിയിലേക്കും ഇന്നലെ തന്നെ കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ്. ഈ 13-കാരി കഴിഞ്ഞ 3 വർഷമായി ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ശ്രീ ചിത്ര ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമായിരുന്നു ഈ 13-കാരിയുടെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. കാരണം പ്രായം അത്ര ചെറുതാണ്. ഇപ്പോൾ അതായത് തലേ ദിവസവും കൂടി ഡോക്ടർമാർ മറ്റൊരു ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഈ കൊല്ലം സ്വദേശിയായ 33-കാരനായ ഐസക്കിന്റെ ഹൃദയം ഈ അങ്കമാലി സ്വദേശിയായ 28-കാരന് പകുത്തു നൽകുക എന്നൊരു മഹാദൗത്യം കൂടിയായിരുന്നു ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നടന്നത്. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ അതായത് ഇന്ന് പുലർച്ചെ നടന്ന ശസ്ത്രക്രിയ ഉൾപ്പെടെ 30-ാമത്തെ ശസ്ത്രക്രിയയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. മറ്റ് ക്രമീകരണങ്ങളൊക്കെ അതിവേഗം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടുമുണ്ട്. ഈ വിവരം, അതായത് സ്നേഹമോൾ നയനാനാണ് നമ്മളിലേക്ക് ആ സന്തോഷ വാർത്ത. സ്നേഹ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇന്ന് കേരളം കേട്ടുണരാൻ ആഗ്രഹിച്ച വാർത്ത ആ 14-കാരിയിൽ ആ ഹൃദയം മിടിച്ചു തുടങ്ങി എന്നുള്ള നല്ല വാർത്ത തന്നെയാണ്. എന്തായാലും ആ നല്ല വാർത്തയോടുകൂടി തന്നെയാണ് നമ്മുടെ വാർത്താ പ്രഭാതം ഇന്ന് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഐസക് ജോർജ് 6 പേർക്കാണ് പുനർജന്മമേകിയത്. ഇവിടെ ബിൽജിത്ത് 7 പേർക്ക്. നോക്കൂ, 13 കുടുംബങ്ങൾ, 13 പുനർജന്മമാണ് ഈ 2 ദിവസം കേരളം കണ്ടത്. ഇന്നലെ ആ ദൃശ്യങ്ങളിൽ ഒരു പക്ഷേ നിങ്ങളും കണ്ടു കാണും. അച്ഛൻ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന അച്ഛനെ തോളിൽ ചാഞ്ഞു കിടക്കുന്ന ആ 14 വയസ്സുകാരി, അവളിൽ ബിൽജിത്തിന്റെ ഹൃദയം മിടിച്ചു തുടങ്ങി. എത്ര നല്ല വാർത്തയാണ് കേൾക്കാൻ.